എന്താണ് പറയാനുള്ളത്? എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? അതായത് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇപ്പൊ എന്തൊക്കെ പ്രതീക്ഷകളാണ് പങ്കുവെക്കാനുള്ളത്? റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോ ഞാൻ എന്റെ ജന്മനാട്ടിലാണ്, പതിമംഗലത്ത്. ഇവിടെ നാട്ടുകാര്, പ്രവാസികളുടെ ഒരു കൂട്ടായ്മ, പ്രവ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആംബുലൻസ് നാടിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് കഴിഞ്ഞ് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ ഏതാനും ദിവസങ്ങൾ കൂടെ ഉള്ളൂ. മെയ് 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മെയ് 4-ന് നല്ല റിസൾട്ട് ഉണ്ടാകും. കൊടുവള്ളിയിൽ UDF ജയിക്കാൻ, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയിലാണുള്ളത്. കൊടുവള്ളി മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുമെന്നും കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നുമാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്താണ് കമോൺ കൊടുവള്ളി? ഒരു പ്രോജക്റ്റാണ്, ഒരു ആശയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കുറെ ജനപ്രതിനിധികൾ, MLA-മാര് ഒരുപാട് കാര്യങ്ങൾ കൊടുവള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനിയും കൊടുവള്ളിക്ക് ഒരുപാട് മുന്നോട്ട് നടക്കാനുണ്ട്. ആ മുന്നോട്ട് നടക്കാനുള്ള ഒരു പ്രചോദനത്തിന്റെ പേരാണ് കമോൺ കൊടുവള്ളി. അതൊരു പ്രോജക്റ്റ് ആയിട്ട് കൊടുവള്ളി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോമൺ നെയിമായിട്ടാണ് കമോൺ കൊടുവള്ളി എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഈ മുനീർ സാഹിബിന്റെ പിൻഗാമിയാവോ എല്ലാ അർത്ഥത്തിലും? അല്ല, മുനീർ സാഹിബ് തുടങ്ങി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് അതിന്റെ തുടർച്ച ഉണ്ടാക്കണം. പുതിയ കുറെ പ്രോജക്റ്റുകൾ മനസ്സിലുണ്ട്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ മുമ്പ് ഒരുപാട് MLA-മാർ, പ്രത്യേകിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, അഹമ്മദ് സാഹിബിനെ പോലെയുള്ള, മൊയ്ൻകുട്ടി സാഹിബിനെ പോലെ, സി മമ്മൂട്ടി സാഹിബിനെ പോലെ, അങ്ങനെ ഒട്ടനവധി ഉമർ മാഷെ പോലെയുള്ള ഒരുപാട് ആളുകൾ തുടങ്ങി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ച ഉണ്ടാകണം. ഏറ്റവും ഒടുവിൽ വന്നത് മുനീർ സാഹിബാണ്. അദ്ദേഹത്തിന്റെ പദ്ധതികളുടെ തുടർച്ച ഉണ്ടാക്കണം. അതിനൊക്കെ അപ്പുറത്ത് കുറെ പുതിയ ആശയങ്ങൾ, കുറെ പുതിയ സർപ്രൈസുകൾ കൊടുവള്ളിക്ക് വേണ്ടി മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നടപ്പിലാക്കണം. അതിലെല്ലാം ആകത്തുകയാണ് കമോൺ കൊടുവള്ളി. ഓക്കെ. ഇപ്പൊ താങ്കള് യുവത്വത്തിന്റെ ഒരു പ്രതീകമാണ്. പൊതുവെ നോക്കുന്ന സമയത്ത് മതേതരത്തിന്റെ ഒരു മുഖം കൂടിയാണ്. അപ്പൊ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഇപ്പൊ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒന്ന്, പഠിക്കാൻ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് പലപ്പോഴും അവര് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിന്റെ പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പഠിക്കാനുള്ള നല്ല സാഹചര്യം ഉണ്ടാവണം. ഒപ്പം നല്ല തൊഴിലവസരം ഉണ്ടാവണം. കൊടുവള്ളി മണ്ഡലത്തിൽ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് നേരത്തെ സാഹിബ് വ്യവസായ മന്ത്രിയായ സമയത്ത് തുടങ്ങി വെച്ചതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ആ ഇൻഡസ്ട്രിയൽ പാർക്ക് തുറന്ന് പ്രവർത്തിക്കണം. പിന്നെ ലോകത്തെ വിവിധ കമ്പനികളുണ്ട്, അവർക്കൊക്കെ നല്ല റിക്വയർമെന്റ്സ് ഉണ്ട്. നമുക്കാണെങ്കിൽ നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. അവരെ കുറച്ചുകൂടി പാകപ്പെടുത്തിയാൽ ആ മികവാർന്ന ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം. അപ്പൊ ഈ കമ്പനികളെയും അതുപോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി നിൽക്കാൻ സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തൊഴിലവസരം ഉണ്ടാക്കാൻ കഴിയുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെടാൻ പ്രധാനപ്പെട്ട എൻ്റെ ഒരു താല്പര്യം. ഇപ്പൊ ഇത്തവണത്തെ നമ്മുടെ ലീഗിന്റെ പട്ടിക നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പെർഫെക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുറത്ത് നോക്കുന്ന ആളുകൾക്ക് സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട്. ഇപ്പൊ താങ്കളെപ്പോലുള്ള ആളുകളുണ്ട്, അല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, അതുപോലെ മുതിർന്ന ആളുകൾക്കുണ്ട്. അപ്പം ഒരു പൊളിറ്റിക്കൽ കരിയർ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ പാർട്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നല്ലേ പറയേണ്ടത്? പൊളിറ്റിക്സ് ഒരു കരിയറായിട്ട് കാണാൻ പറ്റില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജനപ്രതിയാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ജനപ്രതിയാവാൻ വേണ്ടി എല്ലാ വിഭാഗം ആളുകളെയും പാർട്ടി പരിഗണിച്ചു എന്നുള്ളൊരു അപ്രീസിയേഷൻ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾക്ക് മുൻകാലങ്ങളിലൊക്കെ വ്യത്യസ്തമായി ഇത്തവണ 5 പേര് യുവാക്കളായിട്ട് വന്നു, പുതുമുഖങ്ങൾ വന്നു, സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായി. അങ്ങനെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടായി. അങ്ങനെ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾക്കൊക്കെ പരിഗണന കൊടുത്തൊരു ലിസ്റ്റാണ് മുസ്ലിം ലീഗ് പുറത്തിറക്കിയത്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുറത്തിറക്കിയത് എന്നുള്ളത് അപ്രീസിയേഷൻ പൊതുവിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ലിസ്റ്റ് ഇത്തവണ പാർട്ടി ഇറക്കിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ഇത്തവണ എത്ര സീറ്റ് ലഭിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? PKന്റെ ഒരു കാൽക്കുലേഷനിലെ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് അഭിപ്രായത്തിൽ UDF നല്ല മെജോറിറ്റി ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വരാൻ സാധിക്കുന്നതാണ്. അത് നമ്പേഴ്സ് ഞാനിപ്പോ പറയുന്നില്ല, കാരണം വോട്ട് പട്ടികയിലായ സ്ഥിതിക്ക് നമ്മളൊരു നമ്പർ പറയുന്നത് ജനങ്ങള് രേഖപ്പെടുത്തിയ വോട്ടിനെ വില കുറച്ച് കാണിക്കലായിരിക്കും. എന്തായാലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. ഞാൻ അവസാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കൊടുവള്ളിക്കാർക്ക് ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതൊന്നും അങ്ങനെ അവന്റെ പോലും ഇല്ലാത്ത കാര്യമാണ്. അതൊന്നും അതൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകള് പാർട്ടിക്ക് തന്നെ ഒരുപാട് ആളുകൾ വരെയുണ്ട്. അത്തരം ആളുകളൊക്കെ ആയിരിക്കും പാർട്ടി വരിക. ഓക്കെ, എന്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയോ? ജാഷ് ടോക്സ്. എല്ലാവിധ ആശംസകളും, എല്ലാ സപ്പോർട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.